ടു അവർ ചാനൽ. അപ്പോൾ ഞാനൊക്കെ 10th പഠിച്ചിരുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ചാനലോ അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ പറ്റിയ മറ്റ് പ്ലാറ്റ്ഫോമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമൊക്കെ ആ ടൈമിൽ 10th ഒക്കെ കഴിയുന്ന സമയത്ത് ഉണ്ട് തോന്നുന്നുണ്ട്. ബട്ട് ഞാൻ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ടേ 10th ഉണ്ടായിരുന്നില്ല. സോ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാം, ഇപ്പോൾ എല്ലാവരും ലൈക്ക് 10th റിസൾട്ട് ഷെയർ ചെയ്യണം, എക്സ്പീരിയൻസും ഒക്കെ അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ടൈമിലുള്ള എൻ്റെ 10th എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാമെന്ന്. ഫസ്റ്റിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഇൻസ്റ്റയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റിൽ +2 കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 ടൈമിൽ ഞാൻ എന്നിട്ട് എൻ്റെ ബ്രദറിനൊക്കെ ഞാനവർക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ അന്ന് എനിക്ക് നല്ല പൊട്ടലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഓനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ കുറേ കാലത്തിന് ഇൻസ്റ്റയൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഡിഗ്രി ഒക്കെ തുടങ്ങുന്ന സമയത്താണ് ഇൻസ്റ്റ തുടങ്ങിയത്. ഇനി അതല്ലല്ലോ നമ്മുടെ ടോപ്പിക്. നമ്മൾ റിസൾട്ട് എക്സ്പീരിയൻസ് ആണല്ലോ നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 10th എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നത് നെജാത്ത് സ്കൂളിലായിരുന്നു, കരാറുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, അവിടെ നന്നായിട്ട് പഠിപ്പിക്കും. രാവിലെ ഉച്ചയ്ക്ക് രാത്രി എല്ലാ ടൈമിലും പഠിപ്പ് അങ്ങനെ പരിപാടിയാണ് അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതി 1 മാസം വെക്കേഷൻ കുഴപ്പമില്ലാണ്ട് പോയി. അതിനിടയ്ക്ക് തന്നെ എല്ലാവരും എക്സാം ഫുൾ A+ ഉണ്ടാവുമോ, എന്തെടുക്കണേ, സയൻസ് ആണ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് വേറെ കാര്യം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം മെയിലാണ് വരുന്നത്. അതിൻ്റെ തലേ ദിവസം നമ്മൾ ഫുഡ് കഴിക്കില്ല, നമ്മൾ ഭയങ്കര നിസ്കാരം, ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര പഠിച്ചുകൊണ്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ അന്ന് തലേ ദിവസം രാത്രി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയം ഫുഡ് കഴിക്കാണ്ട് അല്ലാത്തല്ലാണ്ട് പ്രാർത്ഥിച്ച് അല്ലാത്തല്ല നമ്മൾ അത്രത്തോളം പ്രാർത്ഥിക്കണ്ടല്ലോ, അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും, അങ്ങനെ ഒരു തോട്ടാണ് അന്ന് കുട്ടികളല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു 4:30-5 മണിയായപ്പോൾ ഞാൻ എണീറ്റ്. ഞാൻ ആ ടൈമൊന്നും കാണാറേ ഇല്ല. അപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റിരുന്നു. അങ്ങനെ ഞാനും ഉമ്മാൻ്റെ കൂടെ തഹജ്ജുദ് നിസ്കരിക്കാൻ ഫസ്റ്റ് ടൈം നിസ്കരിക്കാൻ നിൽക്കണം. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ആ ടൈമിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തായാലും ഫലം കാണും എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് തലേ ദിവസം ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടും, തലേ ദിവസം 9 A+ ഇട്ടിട്ടുണ്ട് സ്വപ്നം കണ്ടിരിക്കണേ. എന്നിട്ട് ഞാൻ കരയണതും ലഡു കൊടുക്കണതും അതൊക്കെ കണ്ടിട്ടാണ് രാവിലെ എണീക്കണേ. ഉള്ള സമാധാനം പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാവിലെ നിസ്കരിച്ച സമയത്തൊക്കെ കരഞ്ഞിട്ട് ഇതുവായിരുന്നു. കാരണം ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ഷിയാബ് ഉസ്താദ്. ഉപരി പറഞ്ഞത് നമ്മൾ അത്രയും അറിഞ്ഞ് നമ്മൾ മനസ്സിൽ വേണമെന്നുള്ള ഇതിലാണ് നമ്മൾ നന്നായി സങ്കടപ്പെടുന്നത്. നമ്മൾ കണ്ണിന്ന് വെള്ളമൊക്കെ വന്നാൽ അത് എന്താവും, അത് നടക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ അതൊക്കെ ഇതാക്കിയിട്ട് ഞാൻ അവസാനം കണ്ണിന്ന് വെള്ളമൊക്കെ വരുത്തി 8 മണിയായി 9 മണിയായി. ചായ വേണ്ട, ചോറ് വേണ്ട, ഒന്നും വേണ്ട, ടെൻഷനാണ് ടെൻഷൻ. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ വിളിക്കും, ഇന്നലെ റിസൾട്ട് വരുന്നത് ചിലവുണ്ട് കേട്ടോ. ഈ റിസൾട്ട് അറിയാതെ ചിലവഴിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്ത് കണ്ടിട്ട് നിങ്ങൾക്ക് റിസൾട്ട് അറിയാതെ ചോദിക്കുന്നത്. എനിവേ അതൊന്നല്ലല്ലോ നമ്മളിപ്പോൾ ടോപ്പിക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഫൈനലി ഒരു 2 മണി സമയത്താണ് പ്രഖ്യാപിക്കണമെന്നാണ്. അന്ന് കുഞ്ഞാലിക്കുട്ടിയല്ല, അന്ന് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി, ഓർമ്മയില്ല കേട്ടോ ആരായിരുന്നു എന്നുള്ളത്. ആരായാലും അതല്ലല്ലോ ടോപ്പിക്ക്. അതിലങ്ങനെ മൂപ്പരിങ്ങനെ മറ്റേ TV-യിലൊക്കെ ഇങ്ങനെ പറയുമല്ലോ, നമ്മൾ വാർത്തയൊക്കെ കാണാം. അങ്ങനെ വാർത്തയൊക്കെ കണ്ട് നമ്മൾ സൈറ്റ് കയറുന്നതിന് മുന്നേ ഞാൻ എന്തെന്ന് പറയുക, 2 റക്അത്ത് സുന്നത്തൂടി നിസ്കരിച്ചിട്ടു. ആ സമയത്ത് ശരിക്കും ഒന്നിൻ്റെ നിസ്കാരമല്ല, പക്ഷെ നമുക്ക് അന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ടെന്നുള്ളായിരുന്നു. അങ്ങനെ എല്ലാവരും സൈറ്റ് കയറലോടത്തി. സൈറ്റ് ഭയങ്കര ബിസി ആയിരുന്നു, കാരണം എല്ലാവരും നോക്കുകയാണല്ലോ. അങ്ങനെ എല്ലാവരും നോക്കി എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട്. ഓള് നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് ഫുൾ A+ ആണ്. അപ്പം ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ടെൻഷന് എൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ കസിനാണ് നോക്കുന്നത്, ഓൻ്റെ റിസൾട്ടും വന്നു. ആദ്യം കൊണ്ട് നോക്കിയപ്പോൾ വന്നിരുന്നില്ല. പിന്നെ ഞങ്ങൾ വീട് മാറി, എൻ്റെ വീട്ടിൽ നിന്ന് ഓൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഓൻ്റെതും വന്ന്, പക്ഷെ എൻ്റെതും കിട്ടണില്ല. ഞാൻ ആ ഒരു സമയത്ത് എന്താ പറയണ്ട, ഇവിടെ പൊട്ടും. കാരണം അത്രയും എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ അവസാനം ഇങ്ങനെ ചിന്തിച്ചും വീണ്ടും നോക്കി. ഞാൻ ആദ്യം മേമാൻ്റെ വീട്ടിൽ പോയി, പിന്നെ മേമാൻ്റെ വീട്ടിൽ നിന്ന് വേറെ മേമാൻ്റെ വീട്ടിൽ പോയി. കാരണം ഇങ്ങനെയെങ്കിലും റിസൾട്ടൊന്നും അറിയണമല്ലോ. ആൻഡ് ഫൈനലി ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അതിലെൻ്റെ ആങ്ങളുണ്ട്, ഓനോട് പറഞ്ഞ് ഈ തോറ്റോലുണ്ടല്ലോ, ഫെയിലായാലും ഓരോ റിസൾട്ട് ഉണ്ടാവും കുറച്ച് വൈകും. കാരണം ആദ്യം ജയിച്ചോലതൊക്കെ അറിയിച്ചിട്ട് പിന്നെ തോറ്റോലത് അറിയിക്കുള്ളൂ പറഞ്ഞു. അതോടെ എൻ്റെ ബ്ലിങ്ങാസിയായി, ഞാൻ ഫുള്ള് ബ്ലിങ്ങായി. എന്തെൻ്റെ മാത്രം കിട്ടിയിട്ടില്ല. പിന്നെ ടീച്ചേഴ്സ് ഒരിക്കലും അറിഞ്ഞില്ലേ എന്തറിയാത്ത എന്നുള്ളതൊക്കെ.
അതോടെ ഫുൾ ടെൻഷൻ എന്ന് പറഞ്ഞാലും പോലെ ആ ഒരു സമയത്ത് എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ഓൾറെഡി റിസൾട്ട് വരുന്നതിന് മുന്നേ പറഞ്ഞു വെച്ചു നമ്മൾ ഫ്രണ്ട്സൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് അഥവാ എങ്ങാനും ഫെയിൽ ആവുക അല്ലെങ്കിൽ ഫുൾ A+ കിട്ടായിരിക്കും അങ്ങനെയൊക്കെ തൂങ്ങി മുറിക്കും അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കും. കാരണം നമ്മളെ പാരൻസിന് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. കാരണം ഓരോ മുന്നേ ഭയങ്കര പഠിക്കലാണല്ലോ. അങ്ങനെ റിസൾട്ട് വരുന്നില്ല, ടിക് 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 1 2 3 4 5 അങ്ങനെയൊക്കെ എണ്ണി ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞേക്ക് എനിക്ക് തോന്നുന്നു സൈറ്റ് ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ ഡിലേ ആയിട്ട് തോന്നുന്നുണ്ട്. അവസാനം വന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമല്ലോ, ആ നോക്കുന്ന സമയത്ത് ഇങ്ങനെ A+ കാണും, ചിലത് A. അതിൽ ഞാൻ ഒന്നിൽ B ഒക്കെ കണ്ട പോലെ ആകെ ബ്ലിങ്ങായി ഞാൻ വീണ്ടും അതിൽ എനിക്ക് ആകെ പിടുത്തമിട്ട് റബ്ബേത് പോയി. പിന്നെ ഞാൻ ശരിക്കും ഇങ്ങനെ ഞാൻ നോക്കണതന്നെയല്ല പിന്നേക്ക്. അപ്പം അമ്മ പറഞ്ഞു ഫുൾ A+ ഉണ്ടല്ലോ. അപ്പം ഞാൻ അമ്മ നോക്കില്ല എന്തോ പേരുണ്ട് അതിൽ നോക്കിക്ക് 1 2 3 അതിലിങ്ങനെ എന്നെ അവസാനം എല്ലാത്തിലും ഒരു ഫുൾ A+ കാണുന്നുണ്ടല്ലോ. ഓ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷമല്ല, നമ്മൾ അത്രയും എക്സ്ട്രീമിലാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന് ചെറുതായിട്ടില്ല, എക്സ്ട്രീമിലായിരുന്നു. പിന്നെ നമ്മൾ അത്രയും അധ്വാനിച്ച് നല്ലോണം പഠിച്ചിട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മളവിടെ കുറച്ച് 2-3 ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലൊക്കെ നമ്മൾ നല്ല ഫെയിം ആവുകയാണല്ലോ. അതിൽ പിന്നെ കെട്ടിപ്പിടുത്തായി ഉമ്മക്കലായി അങ്ങോട്ട് ഇങ്ങോട്ടും ഉമ്മ മേമ എല്ലാവരും കൂടി ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ കരയിൽ അതറിഞ്ഞേക്ക് ഉമ്മ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര കരച്ചില്ല. അപ്പോൾ എനിക്കും കരച്ചിലായിരുന്നു. ശരിക്കും സന്തോഷം നമ്മൾ കരച്ചിലല്ല വരേണ്ടത്. മറ്റേ അങ്ങനെ പിന്നെ നമുക്ക് ഈ സന്തോഷം വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അധികം സങ്കടം വരും. പ്രത്യേകിച്ച് എൻ്റെ അമ്മക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അങ്ങനെ ഒരു ആനന്ദാശ്രു കണ്ണീരൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ആ സമയത്ത് ഞാൻ കരുതിയിരുന്നു ഞാൻ വേറെ എവിടെയാണ് എന്നുള്ളത്. ഞാൻ ഈ ലോകത്തിന് എന്നില്ല വേറെ എന്തോ അതിനേക്കാളും സന്തോഷം വേറെ ഒന്നുമില്ല, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ചെയ്യുന്നു. എനിവേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാട്ടുകാരൊക്കെ അറിയിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രദറും അവൻ്റെ വൈഫ്, അതായത് സേബിയും കുട്ടി എന്ത് ചെയ്യുന്നു, ഓല് സൗദിയിലായിരുന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഓൻ അറിയിക്കുക, ഓൻ സന്തോഷിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ പഠിച്ച് വലുതാണെന്ന് എന്നെക്കാട്ടിലും കൂടുതൽ എൻ്റെ പാരൻസിനെക്കാട്ടിലും ആഗ്രഹിച്ചെന്ന് ഓനായിരുന്നു. അങ്ങനെ ഞാൻ ഓനക്ക് വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കില്ല, കാരണം ഓല് ഉറങ്ങുന്ന സമയമാണ് ആ ടൈം. അങ്ങനെ അവസാനം ഒരു ഫോൺ എടുത്ത് ഫുൾ A+ എന്ന് പറഞ്ഞപ്പോൾ സേബിയും കരയണ്, നെസ്കാക്കും കരയണ്. അപ്പോൾ ആകെ കൂട്ടി ഒരു കരച്ചിൽ സമ്മറിയായി. പക്ഷേ എനിക്ക് സത്യം പറയാലോ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഫീൽ ചെയ്തിരുന്നത്. കാരണം നമ്മളെ പാരൻസ് നമ്മളെ ഫാമിലി സന്തോഷിക്കുക എന്ന് പറഞ്ഞത് വേറെ ടൈപ്പാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മാസത്തിനാണ് ട്രോഫി, പിന്നെ ഓരോരുത്തർ സ്വീകരണം, അങ്ങനെ ഇങ്ങനെ നമ്മൾ കുഞ്ഞ് ഷെൽഫ് ഒരുപാട് ട്രോഫി ഇട്ട് നിറയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ എല്ലായിടത്തും ട്രോഫി ഇട്ടിരുന്നു, പിന്നെ ഓരോരുത്തരും ചെക്കൊക്കെ കിട്ടിയിരുന്നു. പിന്നെ എൻ്റെ വലിയ ബ്രദർ ഇതേമാതിരി എനിക്ക് ഗോൾഡൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ +1 എന്താ എടുക്കണേ, പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻസായി, പിന്നെ അങ്ങോട്ടായി. എന്തായാലും 10th ഒരു മാർക്ക് കിട്ടിയുണ്ടല്ലോ, നമുക്ക് ഭയങ്കര പ്രീഷ്യസ് മൊമെൻ്റാണ്. ഇപ്പോൾ നമുക്ക് +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ +2 കിട്ടുന്നതിനോടൊരു ഡബിൾ ഹാപ്പി എന്ന് 10th നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാണ്. പിന്നെ നമ്മളത്തെ എല്ലാവരും അങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്ലെക്സൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഫ്ലെക്സൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ മുഖമാണ് ഫ്ലെക്സിൽ. അപ്പോൾ നമ്മൾ മുഖത്തേനെ നമ്മൾ ഫ്ലെക്സിലും പറ്റാത്തവരും കാണാത്തവർക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ കുറച്ചാൾ ഫ്ലെക്സ് ലൈഫ് ചെയ്യുന്നു. ഇത്രയൊക്കെ ഉള്ളൂ.